ഒരാളെ കണ്ടില്ല നിങ്ങൾ? ഒരാൾ ജനൽമ പിടിച്ചിട്ട് എത്തി നോക്കുക കണ്ടോ. നമ്മുടെ മോൾക്ക് ഒരു വയസ്സ് തികയാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 9 മാസമായി. 9 മാസത്തിൽ എല്ലാം പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. അതാ ഇപ്പോൾ കീരിപ്പല്ല് വന്നിക്കണ്, പിടിച്ച് നിൽക്കുന്നുണ്ട്, വാശി കൂടിയിക്കണ്, എല്ലാം റെഡി ആയിക്കണ് ഗായ്സ്. ഇങ്ങോട്ട് വാ വേണ്ട. ഇതാണ് പങ്കം. എവിടെയൊക്കെ പോയിട്ട് പിടിച്ചിക്കുക. അടുക്കളയ്ക്ക് സ്പീഡ് നടന്നെത്തും. അപ്പോൾ അമ്മൻ്റെ അടുത്ത് കുട്ടി എത്തി. 2 ദിവസം അമ്മൻ്റെ അടുത്ത് കുട്ടി ഉണ്ടാകുന്നില്ല. അതാണ് ഉമ്മ കുട്ടിയാണ് ഇരിക്കണതൊക്കെ. അതാണോ മറന്നിട്ടൊന്നുമില്ല. നമ്മളാണെങ്കിൽ മറന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്തായാലും 2 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 30 നോമ്പ് നമ്മളെ അങ്ങനെ കുട്ടി ചിലപ്പോൾ മറന്നാലോ? മറക്കൂലേ? കുട്ടീനെ ആ അത് മറക്കൂല. ഇനി 30 നോമ്പും നമ്മളെ കടന്നുപോയി അല്ലേ? 25 ഒരുപാട് ഓർമ്മകളും ഒരുപാട് സംഭവങ്ങളും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കടന്നുപോയി. കഴിഞ്ഞ 30 നോമ്പും നമ്മൾ മെഡിക്കൽ കോളേജിൽ, ഇപ്രാവശ്യം 30 നോമ്പും നമ്മുടെ പെരയിൽ. കഴിഞ്ഞ 30 നോമ്പ് നമ്മളെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു ഇല കൊഴിഞ്ഞു പോയ മാതിരി വാപ്പ കൊഴിഞ്ഞു പോയി. എന്താണ് അല്ല 30 നോമ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നില്ലേ? അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം നമ്മളെന്താക്കി, ഉപ്പാനെ അതിന്റെ പകുതിക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഉപ്പാനെ നോക്കാൻ ആളില്ലാതായപ്പോ, ആളില്ലാതായി എന്ന് പറഞ്ഞാൽ ഉമ്മയും ചക്കരപ്പുറയ്ക്ക് ഹോസ്പിറ്റലിലായി അല്ലേ? എന്നിട്ട് ഇവിടെ ആരും ഇല്ലാതായപ്പോ ഞാൻ ഉപ്പാന്റെ പെങ്ങളെ വീട്ടിലാക്കി. ഉമ്മ ഒരു 5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കാലം നോമ്പ് പോയി അല്ലേ? ഇപ്രാവശ്യം വേറൊരു നോമ്പ് വന്നു. അത് പെട്ടെന്ന് വന്നു വെച്ചിട്ടില്ല. പെരയുള്ള പെണ്ണുങ്ങൾ ഓരോ ഡേറ്റ് ഇങ്ങനെ ദിവസം എണ്ണി വെക്കുമല്ലോ നോമ്പിൻ്റെ. നമ്മൾ തിരക്ക്, നമുക്ക് നോമ്പ് എടുക്കും, പക്ഷെ നമ്മൾ തിരക്കിലൂടെ അങ്ങനെ നടക്കും. ഓക്കെ, അപ്പം നാളെയാണ് 26-ാം രാവ് അല്ലേ? 27-ാം രാവ്. നാളെയാണ് സക്കാത്തിന് ആളുകൾ നടക്കുക. അപ്പൊ മക്കളെ, അർഹതപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുള്ളതിനൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൊടുക്കുക. വലിയൊരു പുണ്യം. കൊടുത്താലേ വർദ്ധിക്കുള്ളൂ അല്ലേ? ഇത് സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പോവില്ല. എന്തേ സക്കാത്തിന് പോയിരുന്നില്ല. ഞാൻ ഇടക്കൊക്കെ ആദ്യമൊക്കെ പോയിരുന്നു. പിന്നെ കുറച്ച് ഞാൻ പറട്ടെ, എനിക്ക് അർഹത വന്ന ടൈം മുതൽ ഞാൻ പോയിട്ടില്ല. നമുക്ക് പണിയെടുത്തിട്ട് നമുക്ക് പൈസ, നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ ഉള്ളപ്പോ ഞാൻ എന്താക്കി, ഞാൻ പിന്നെ പോയിട്ടില്ല. പണിക്ക് പോകാൻ തൊട്ടേ പിന്നെ സക്കാത്തിന് പോയിട്ടില്ല. പൈസ നമുക്ക് അതിനുള്ള പൈസ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നാണെങ്കിൽ എന്നാണെങ്കിലും നമ്മള് ഇനി കൂലിപ്പണിയാണെങ്കിലും നമുക്ക് ജീവിക്കാനും നമുക്ക് അർഹത പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക, അത് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലാതെ അത് നിനക്ക് കിട്ടണോ വെച്ചിട്ട് നടക്കാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു ഭക്ഷണം വാങ്ങാൻ പോയി, നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഭക്ഷണം തന്ന ആൾ എന്താക്കും, ഭക്ഷണം കയ്യാണ്. അപ്പൊ ആ ഭക്ഷണം കിട്ടാത്ത ആൾ എന്താവും, മടങ്ങി പോരും. ആൾക്ക് വേറെ തിന്നാനോ ഇതാക്കാനോ യോഗമല്ല. അപ്പൊ അർഹതപ്പെട്ടവരെന്താ അതിന് മനസ്സിലാക്കേണ്ട എന്താ, അർഹതപ്പെട്ടവര് അത് വാങ്ങാൻ നിൽക്കരുത്. അതാ ഞാൻ പറഞ്ഞ, അർഹതപ്പെട്ടവര് കിട്ടാത്തവർക്ക് എന്തായാലും എത്തിച്ചു കൊടുക്കുക. അങ്ങനെയല്ല പറയാ, ആൾക്കാരെ കുടികൾക്ക് എത്തിച്ചു കൊടുക്കും. ഇപ്പൊ ഓരോരുത്തര് സക്കാത്ത് കൊടുക്കണ വീഡിയോസ് വരെ ഇടുന്നുണ്ട്. ഇടത്തെ കൈ കൊടുക്കണത് വലത്തെ കൈ അറിയരുതെന്ന് പറയും അല്ലേ? നമ്മൾ പറയല്ല, പൊതുവെ ഞാൻ ഇപ്പോൾ കുറെ റീൽസൊക്കെ കണ്ടു. എന്താ വെരിക്കൻ ആൾക്കാർ നിൽക്കുന്ന, അവരൊക്കെ മുഖം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം. അത് സക്കാത്ത് എന്ന് പറയാം, അതൊരു ഭിക്ഷാടനം പോലെ എനിക്കത് ഫീൽ ചെയ്ത്. എന്നിട്ട് അതിൽ തന്നെ കമൻസ് ഉണ്ട്, നിങ്ങളിത് കൊടുക്കുമ്പോൾ അവരെത്ര ഗതി ഇല്ലാഞ്ഞിട്ടാണ് അവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാനിക്കണം എന്നൊക്കെ കുറെ കണ്ടന്റിന്റെ മീൻസ് അല്ല, നമുക്ക് പേരെടുക്കണം എന്നുണ്ടെങ്കിൽ പല രീതിക്ക് പേരെടുക്കുക. അത് ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും വെച്ച് ചെയ്യരുത് എന്ന് മാത്രം. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്രാവശ്യം ഇത്ര കാലം നമ്മൾ സക്കാത്തിന് അർഹരായിരുന്നു, ഇനി നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അർഹരാണ്. അപ്പം എന്തായാലും ഉമ്മാക്ക് ഇനി സക്കാത്ത് കൊടുക്കാനുള്ള യോഗമാണ്. ഉണ്ടാവട്ടെ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇത്ര കാലം വാങ്ങിയില്ലേ, ഇനി കൊടുക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പം എന്തായാലും സക്കാത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പെരുന്നാൾ വരുന്നുണ്ട്, പെരുന്നാൾ കൂടി വേണ്ടേ?
വാങ്ങി അല്ലെങ്കിൽ വാങ്ങി. കുട്ടിക്ക് കുറച്ചിൻ്റെ കിഡോപ്പിന്ന് ഡ്രസ്സ് എടുക്കണം ഗൈസ്. നിങ്ങൾക്ക് പെരുന്നാക്കോടി എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്തേ മുത്തുകാക്കാനൊക്കെ നേടെ മാക്സി എടുക്കും. 2 മാക്സിയോ പർദ്ദ വേണ്ടേ? എന്തിനാ പർദ്ദ? എത്ര പർദ്ദ അവിടെ കിടക്കണൊക്കെ എന്തിനാ? നിങ്ങൾക്കൊരു സൽഫി ഞാൻ എവിടേക്കും പോവൂല. സൽഫി മക്കനി പാപ്പ മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ടില്ല. ടൂറൊന്നും വരുന്നില്ല? എവിടേക്കില്ല. അതാ നിങ്ങൾ ടൂർ കൊണ്ടേയില്ലെങ്കിൽ ഞാൻ അത് പറയൂ. ഇനി എവിടേക്ക് നിങ്ങൾ തൂറാൻ പോണ്? പെരുന്നാൾ ട്രിപ്പ് പോണ്ടേ നമുക്ക്? എവിടേക്ക്? വയനാട്ടിക്ക്. തേങ്ങയിലേക്കാ പോണ്? ഇല്ല അല്ല. ഓക്കെ ഉമ്മല്ലതെന്ന് പറഞ്ഞ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇനി ചക്കറിനെ ഇപ്പം എത്ര മാസമായി ചക്കരക്ക്? 6. എന്നാ സ്കാനിങ് പറഞ്ഞിരിക്കണേ? ഇന്നാ സ്കാനിങ്? ഇന്നറിയാൻ പറ്റും വരുമോ വരില്ലേന്ന്. അപ്പൊ കഴിഞ്ഞ ഇതിന്റെ ഇടയ്ക്കൊരു സ്കാനിങ് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞില്ലേ? അതിലെന്താ ഡോക്ടർ പറഞ്ഞേ? അതിലെന്നെ റെസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ അടുത്തൊന്നും ഇന്നാണ് ഇന്ന് ഇത്ര ദിവസം റെസ്റ്റ് എടുത്തതിന്റെ ഫലം അറിയാം. പാലക്കാട്ടേക്ക് പോണോ പാലക്കാട്ടേക്ക് പോണ്ടേ എന്നുള്ളത് ഡോക്ടർ പറയൂലേ? പോണോ പോണ്ടെങ്കിലും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ, കാരണം നിങ്ങള് ഇവിടേക്ക് തൃക്കടിയിലേക്കല്ലല്ലോ കെട്ടിച്ചിരിക്കണ ഏച്ചി കൊണ്ടുവരാ. അപ്പത്തെ സിറ്റുവേഷൻ എന്താണോ, സാഹചര്യം എന്താണോ, കൊണ്ടുവരാൻ പറ്റുന്ന എന്താണോ, നമ്മള് മാത്രം കാര്യം നോക്കിയാൽ പോരാ. അവർക്കും അല്ലേ ആദ്യത്തെ പേരക്കുട്ടിയാണ്, ഒക്കെ നമ്മൾ നോക്കണം. ഓല് പറയാണ് എന്ത് യാത്ര ചെയ്യാൻ പറ്റൂല, ഇനി നമ്മളേക്ക് യാത്ര ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അതിന് ഇതാവും. അമ്മക്ക് കൊണ്ടുവരാൻ നല്ല ആഗ്രഹം ഉണ്ട്, എന്നാലും ഉമ്മാന്റെ മാതിരി തന്നെ ആവട്ടെ അല്ലേ? ആവും, ഒരു കുഴപ്പമില്ല ഡോക്ടർ പറയും. അപ്പൊ എന്തായാലും അതുപോലെയൊക്കെ ആവട്ടെ. വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും റെസ്റ്റ് എടുത്താണ്. ഓക്കെ. അപ്പൊ എന്തായാലും കൊണ്ടുവരികയാണെങ്കിൽ എന്താ കൊണ്ടുവരങ്ങള്? ഇന്നലെ പറഞ്ഞു മെയ് 5-ാം തീയതി ഉള്ളില് നോക്കാന്. മെയ് 5-ാം തീയതി ഉള്ളില്. അപ്പൊ 2-ാം തീയതി വെഡിങ് ആനിവേഴ്സറി 2-ാം തീയതി. അത് കഴിഞ്ഞിട്ട് എത്ര വരുള്ളൂ? അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. മെയ് 5 ആയ 6 ആയ 8-ലേക്ക് പറക്കും. 8 മാസം ആവും. 8-ാം മാസത്തില് കൊണ്ടുവരാൻ പറ്റില്ല. 8-ാം മാസത്തില് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ 9 ആദ്യം പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് പെറ്റിട്ട് കുട്ടിനെ തള്ളഞ്ഞ് കൊണ്ടുവരണം. അപ്പത്തെ മട്ടം പോലെ ചിലപ്പോ ട്രെയിനിന് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് വേണം ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാന്. പറഞ്ഞിട്ട് എന്തായാലും കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അത്ര ദൂരം വരാനൊന്നും ആർക്കും പറ്റിയെന്ന്. ഒരു പെട്ടി എടുത്താ മതിയായി. പെട്ടിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായിയല്ല അവിടെ അതൊക്കെ ബുക്ക് ചെയ്യണം. അത് വരുമ്പോഴും അതേമാതിരി പെട്ടി കിട്ടുമോ നോക്കണം. പണിയാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യാ, തലേദിവസം പോവുക. തലേദിവസം പോയിട്ട് പിറ്റേ ദിവസം ഓല് വരുന്ന വണ്ടിയില്ലേ, 1 മണിക്ക് ഇങ്ങോട്ട് ആ വണ്ടിക്ക് നേരത്തെ അങ്ങോട്ട് പോരാ. രാത്രി പകലല്ലേ ഓല് വരില്ലേ? ഇങ്ങോട്ട് 6 മണിക്ക് ഇവിടെ എത്തൂല. 6-5 ദിവസം നോക്കണം. ദിവസം നല്ല ദിവസം നോക്കണം. നല്ല ദിവസം നമ്മളെ ട്രെയിന് കിട്ടൂല കേട്ടോ. എന്തൊക്കെ ബുക്ക് ചെയ്താ കിട്ടൂലേ? കിട്ടുമോ? എത്ര ആളുണ്ട് എന്നൊക്കെ അറിയണ്ടേ? ആരാ വരുന്നത്? ഇന്ന് അധികം ആളെ കൊണ്ടോണ്ടാ. ആ നേരത്തെ ഒരാളില്ലാന്ന് പറഞ്ഞ സൗഫി ഇല്ലേ? അതെങ്ങനെ മൂത്തോളില്ലാതെ? പിന്നെ മൂത്തോള് വരുന്നില്ല. അത്ര എന്താ? ഓള് മെയ് 6-ാം തീയതി കഴിഞ്ഞിട്ട് അത്ര വരുള്ളൂ. അപ്പൊ ഓളോട് 5-ാം തീയതിക്ക് മുന്നേ വരാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഓളല്ലേ ആദ്യം വേണ്ട. ഓൾക്ക് ലാസ്റ്റ് അത്ര കുട്ടികളെ പരീക്ഷ പറഞ്ഞു ഇന്നലെ. പിന്നെ ഓൾക്കും കൂടി പറ്റുന്ന ഒരു സമയം നോക്കിട്ട് വരിക, പോവുക. ഓൾക്ക് പറ്റുന്ന സമയം എപ്പോഴും മെയ് 6 കഴിഞ്ഞിട്ടോ. അപ്പൊ 8 പറക്കുവേ. പെറുക്കോ? എന്തൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ റിസൾട്ട് വരട്ടെ അല്ലേ? ഇന്നത്തെ റിസൾട്ട് വരട്ടെ. ഓക്കെ. അപ്പൊ ഉമ്മ ആ ഒരു ടെൻഷനിലാണ് ഉമ്മ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെന്തായാലും എടുത്താലും നമ്മൾ പെരുന്നാക്കോടി നമ്മളെന്തായാലും എടുക്കുന്നുണ്ട്. പെരുന്നാക്കോടി എടുത്തില്ലെങ്കിൽ ദീൻ നിസാമെന്ന് പുറത്താന്ന് വീക്ക് വരാൻ പറഞ്ഞത് അല്ലേ? ഇതൊക്കെ പറയുമ്പോ പെരുന്നാക്ക് എടുക്കാനല്ല, വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങില്ല ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ വീരാര്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇന്നലെ കോളൊക്കെ വരുന്നുണ്ട്, എന്താ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഞാൻ അവിടെ ഇന്നലെ വീഡിയോന്റെ തിരക്കിലായിരുന്നു, നമ്മുടെ ഡ്യൂട്ടിയുടെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കലും പെരുന്നാൾ വിശേഷങ്ങളും എല്ലാം ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ പെരയിലെ ആദ്യത്തെ പെരുന്നാളാണ് നമ്മൾ കൊള്ളാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ചക്കര കാര്യം ഉമ്മ പറഞ്ഞില്ലേ, സോഫയുടെ കാര്യം, വരുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുമ്പോൾ വെച്ചിക്കണേ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ ഇൻഷാ അല്ലാഹ് സ്കാനിങ്ങിൽ നല്ലൊരു അനുകൂലമായിട്ടുള്ള കാര്യം ഡോക്ടർ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.